നിങ്ങളുടെ വായേന്ന് സ്വയം തമ്മിൽ തമ്മിൽ കുഴി ചാടിക്കണ വിഡ്ഢികളുടെ വായേന്ന് മൂട്ടിന്ന് വിടണ പോലെ ശോഷിച്ച വാക്കുകൾ വരികയാണെങ്കിൽ ആ ശോഷിച്ച വാക്കുകൾ നിങ്ങളെ സൂചിപ്പിക്കുക, നിങ്ങളെ നിയന്ത്രിക്കുക അല്ലേ. എത്ര അസുഖം ഉണ്ടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, വായിന്ന് വരുന്ന നാവിന്ന് വരുന്ന വേർഡ്സ് സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ അത് പ്രയറായിരിക്കും. ഒരു കുമ്മുട്ടിയും കുഞ്ചുവാര്യരും ഒരു വിഡ്ഢികളുടെ വായിന്ന് സ്ട്രെങ്ത് ഉള്ള വാക്കുകൾ വരണുണ്ടോ? ഇല്ല. ആരും പറയിപ്പിച്ചു, അപ്പം ഞാൻ പറഞ്ഞു. അതാണ് ജീവനില്ലാത്ത ആരാധിക്കണ വിഡ്ഢികൾ. ഇത് ഞാൻ പറയിപ്പിച്ചാണോ പറയണത്? ഇല്ല. പറയിപ്പിച്ചിട്ടല്ലാണ്ട് ഞാൻ ഒരു 8-7 മണിക്കൂർ നിന്ന് വരെ പറയും. അത് ഈ കുഞ്ചു വാര്യരിനും മോഹൻലാൽ ഷൂർ ഖാനും പറ്റുമോ? എപ്പോഴും കണ്ടണ്ട അവർ പറഞ്ഞു ഇങ്ങനെ പറയണോ? ഇങ്ങനെ പറയും. നിങ്ങൾ നാണോടെ പറയിപ്പിച്ച് പറയണവർക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ടാണ് ഇവർ പറയുന്നത് കേട്ടിട്ട് പറയണേ. വിഡ്ഢികൾ പറയിപ്പിച്ച് ഓതി കൊടുത്താലേ പറയുള്ളൂ. വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടിരുന്ന ആ വിഡ്ഢിത്തം നിങ്ങളെ നിയന്ത്രിക്കും. ഞാൻ വിലയുള്ള സ്ട്രെങ്ത്തുള്ള വാക്കുകൾ പറയണം, സെൻറ്റൻസ് അത് എന്നെ നിയന്ത്രിക്കും. എന്തുകൊണ്ട്? എത്ര അസുഖം ഉണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഒരു 90 വയസ്സ് വരെ ഞാൻ പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടോ എത്ര ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ. നീയൊക്കെ ഒരു 40 വയസ്സ് വരെ ചാകുമ്പോൾ എത്രത്തോളം ഉണ്ടോ? അതന്നെ ഉന്മൂലനം നടക്കും. ഒരു സമയത്ത് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. സമയത്ത് ഇങ്ങനെ ഉണ്ടായാണെങ്കിൽ ചെയ്ത എല്ലാത്തിനും ആൻറ്റിക്രൈസ്റ്റ് എല്ലാത്തിനും കിട്ടും, ഉന്മൂലനം നടക്കും. എൻ്റെ അവസ്ഥയോടെ എല്ലാം ഈ ഭൂമി തന്നെ ഇല്ലാണ്ടാവും. ഞാൻ ഇപ്പോഴും പറയണു, ഞാൻ എന്താ പറയണത്, എനിക്ക് ബാപ്റ്റിസം ചെയ്ത് മുങ്ങി പറഞ്ഞു, എന്നിട്ടും എനിക്കൊരു ഫിക്സ് വന്ന് ഞാൻ അടഞ്ഞ് ചത്ത ഇല്ല. നടക്കാനുള്ള സമയത്ത് നടക്കും. ഞാൻ ബാപ്റ്റിസം ചെയ്യുന്ന അടുത്ത വർഷം തുടക്കണം. അവിടെ നവംബർ തൊട്ട് തുടങ്ങിയല്ലോ അവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലാത്ത ചൈനയിൽ. അപ്പോൾ മനസ്സിലാണ്ടോ വിഡ്ഢി? എന്നിട്ട് അവർ പറയും ലാബോറട്ടറിയിൽ നിന്ന് പൊട്ടി മുളച്ചു. അവരുടെ തന്നെ നാശത്തിന് ആരെങ്കിലും ലാബോറട്ടറിയിൽ പൊട്ടി മുളപ്പിക്കുമോ? അപ്പോൾ വിഡ്ഢിത്തം ന്യൂസും കേട്ടിരുന്ന നേച്ചറിലുണ്ടാവേണ്ടത് നേച്ചറിലുണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞേ, അപ്പം മനസ്സിലാക്കുക. എൻ്റെ ഒരു ഞാൻ പറഞ്ഞതിനനുസരിച്ചുണ്ടെങ്കിൽ എൻ്റെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ എൻ്റെ സ്ട്രോങ് വാക്കുകളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കും. എൻ്റെ അവസാനത്തോടെ ലോകം അവസാനിക്കണമെന്ന് നിൽക്കണം. ഇപ്പോൾ 90 വയസ്സായിട്ട് അവസാനിച്ചിട്ട് ലോകം അവസാനിക്കുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ അവസാനിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ നാശം നിങ്ങളതിനെ ക്ഷണിച്ചു വരുത്താണ്. ഇതെനിക്ക് ദേഷ്യം കൊണ്ടിട്ട് പറയുന്നതാണോ? അല്ല. ദേഷ്യം കൊണ്ടിട്ട് പറയണവർ പാതിരിക്കലിൻ്റെ കൈമൊത്തി ചെയ്യലാത്ത വിഗ്രഹങ്ങൾ ആരാച്ച് വിവരം ഉണ്ടായിട്ടും വിവരമില്ലാത്ത പോലെ നടന്ന് ഗുഡ്ക്കും ബീഡി വലിച്ച് ഊമ്പി സിഗരറ്റ് വലിച്ച് നടക്കും. എത്ര വർഷം? 30, 40, 60 വർഷം. ഇതിവിടെ എൻ്റെ ഭാഗത്തില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം. അങ്ങനെയുള്ളവർ അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായേ. ആ നവംബർ തൊട്ട് ഉണ്ടായിട്ട് പിന്നെ അടുത്ത വർഷം ഇന്ത്യക്ക് വരണതിന് മുമ്പ് കേരളയ്ക്ക് തന്നെ ആദ്യം വന്നത്. കുറേ പേര് എയർപോർട്ടിലൊക്കെ പെട്ടുപോയി. അതൊക്കെ ഇനി ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പെട്ടുപോയി. എയർപോർട്ടിൽ നിന്ന് പോയി കുറേ കിടുങ്ങുകളൊക്കെ പോയിട്ട് പഠിക്കാനൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു വരണം എന്നൊക്കെ അത് ന്യൂസ് കേട്ടില്ലേ? അതുപോലെ ഇനിയും കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരണം. ഈ ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുസ്, സോഷ്യൽ മുസ്ലിംസ്, കുമ്മുട്ടി ഷൂർഖാനൊന്നും പറയില്ല. കുമ്മുട്ടി ഷൂർഖാൻ ഇതിനെക്കുറിച്ച് അറിയില്ല, ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല. ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ കുമ്മുട്ടിയുടെ കൂടെ നടക്കണം. ഫഹദ് ഫാസിൽ വരെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണ്. അപ്പോൾ തന്നെ അറിയാം ഈ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ കാണിക്കണ മോഹൻലാൽ വരെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണെന്ന്. അതനുസരിച്ച് വിഡ്ഢി ക്യാമറ. അപ്പോൾ ആരൊക്കെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരാന്ന് നമുക്ക് അറിയാമല്ലോ, ഈ 2 എണ്ണം. അപ്പോൾ ആരൊക്കെ മോനെ കൊല്ലാൻ നടക്കണ്ടെങ്കിൽ അവർ നരക എണ്ണ തന്നെ ചെയ്യും. ജീവിതത്തിനൊക്കെ വില കൽപ്പിക്കാത്തവർ സ്വന്തം ജീവിതത്തിന്, എൻ്റെ ജീവിതത്തിന് വില ഉണ്ടോ? അത് യഹോവയുടെ മുന്നിലാണ്, നിങ്ങളുടെ വിഡ്ഢികളുടെ മുന്നിലല്ല. അപ്പോൾ നിങ്ങളുടെ ഈ വിഡ്ഢികളുടെ മുന്നിൽ മണിയും കുണിയൊക്കെ അരന്ന് കൂട്ടി ചത്തു. അപ്പോൾ ഇങ്ങനെയുള്ള മോഹൻലാലും ആൻറ്റിക്രൈസ്റ്റ്, ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുള്ള എല്ലാ കോപനയുടെ മോന്ത കണ്ടറിയാം അത് ചെകുത്താൻ ബാധ്യതയാണ്. അവൾ ഈ പറയിപ്പിച്ച ചെയ്യണത്തിന് അന്നുണ്ട് AI എല്ലാം. അത് AI കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിൽ വെച്ചേക്കണം. അവർ സിനിമയ്ക്ക് വേണ്ടി പലതും പോയിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നാച്ചുറൽ ആക്ടിങ് ഒന്നും അല്ലത്. അത് കണ്ടറിയാം ചെകുത്താൻ ബാധ്യതയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ എല്ലാത്തിനും ചെയ്യണം, എല്ലാത്തിനും കിട്ടും. ഞാൻ കാശിന് വേണ്ടിയാണോ ചെയ്യണേ? എല്ലാം കഴിഞ്ഞ അവസാനത്തിൽ ഒരു സംപ്രേഷണം ചെയ്യും, അത് ജയിക്കുക തന്നെ ചെയ്യും.